6 ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 9ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇവിടെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളടക്കം ഉള്ളവയാണ് ഇനി നോക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്, എറണാകുളം നഗര ഹൃദയമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെയായിരുന്നു തീപിടുത്തം. തീ ആളിപ്പടരുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഫ്ലാറ്റുകളുണ്ട്, വീടുണ്ട്, കൂടാതെ ഈ ടൗൺ ഹാളും ഇതിനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഒരു ആക്ഷൻ ഇതിൽ വേണ്ടമായിരുന്നു. എന്തായാലും വേഗത്തിൽ ഈ ഫയർഫോഴ്സ് യൂണിറ്റിന് എത്താൻ കഴിയുന്ന ഒരിടത്തായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അത് വേഗത്തിൽ അണയ്ക്കാനും കഴിഞ്ഞു. എന്തായാലും താങ്കൾ ഈ കടയുടെ ഉടമ അല്ലേ, ഇത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണെന്ന് അറിയില്ല. ഞാൻ ഫോൺ കോൾ വന്നാണ് ഒരു 3:15 ഞാനിവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമാണല്ലോ? അതെ അതെ, യൂസ്ഡും എല്ലാം ഉണ്ട്, പുതിയതുകൊണ്ട്. ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു? എന്താണ് എല്ലാം ഉണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കത്ത് പിടിച്ചതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് എത്ര നാളായി ഈ കട പ്രവർത്തനം? ഞാനിത് 9 വർഷമായി. 9 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണോ? എന്താ കാര്യങ്ങൾ പരിശോധിക്കണം? സർക്യൂട്ട് അല്ല, കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആവില്ല. ഇതാരോ കയറിയിട്ട് മേശ തപ്പാൻ വേണ്ടി കയറിയിട്ട് ലൈറ്ററോ വല്ല ഇറച്ചായിരിക്കുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് മോഷണ ശ്രമത്തിനിടയിൽ സംഭവിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്? ആയിരിക്കുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. അതായത് ആരോ ബോധപൂർവം ചെയ്ത ആണ്, അല്ലെങ്കിൽ ബോധപൂർവം ചെയ്ത ഇവർ മോഷണം ഇതിനു മുമ്പും ചെറിയ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബാക്കിൽ കൂടെ കയറാനുള്ള വഴിയുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് വന്നതായിരിക്കും. ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് നോക്കണം. എന്താണെന്നറിയില്ല. അല്ല, ഷോർട്ട് സർക്യൂട്ടിനൊരു വഴിയില്ല. ഷോർട്ട് സർക്യൂട്ടിന് വഴി എനിക്കറിയില്ല. ഞാൻ ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ 10:30 മണിക്കാണ് ഇവിടുന്ന് കട അടച്ച് പോകുന്നത്. എത്രത്തോളം സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം എത്ര? ഞാൻ 9 വർഷമായി. എത്ര നഷ്ടമുണ്ടാവും? ഒത്തിരി ഉണ്ട്. ഞാനൊരു 3:15 എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഞാൻ 10:30 ഞാൻ കട അടച്ച് ഇന്നലെ തുറക്കാറുണ്ടായില്ല. അപ്പം ഞാനത് ഒരു 9 മണിക്ക് വന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ് 10:30 മണിക്ക് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കട അടച്ച് പോവുകയാണ്. മുൻപ് മോഷണ ശ്രമം ഉണ്ടായിരുന്നു? മോഷണ ശ്രമം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും. ഈ ആക്കി പറക്കണ ആൾക്കാരും ഒക്കെ വരും. എനിക്ക് അതാണ് ബലമായ സംശയം. അവർ തന്നെ ബാക്കിൽ കൂടെ കയറിയിട്ട് വല്ല മേശ തപ്പാൻ ലൈറ്ററൊക്കെ ഉപയോഗിച്ചായിരിക്കണം. അല്ലാണ്ട് അങ്ങനെയുള്ള സാധ്യതയില്ല. കാരണം അത് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാം ഉള്ളതാണ്. എല്ലാ ലൈസൻസും ഉണ്ട്? എല്ലാം ഉള്ളതാണ്. എന്തായാലും അതാണ് ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ഈ മോഷണ ശ്രമത്തിനിടയിലാണോ ഇത് സംഭവിച്ചതെന്നുള്ള കാര്യമടക്കം പരിശോധിക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ദൃശ്യങ്ങളടക്കം കാണാം. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നു, പുക നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. തീ പൂർണ്ണമായും അണച്ചിട്ടില്ല, അത് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇത് സാധാരണ ഇതിൽ ചിലയിടങ്ങളിലേക്ക് വേഗത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റിന് എത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും, കാരണം ഇടുങ്ങിയ റോഡൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇവിടെ ഈ പ്രധാനപ്പെട്ട റോഡായതുകൊണ്ട് തന്നെ വേഗത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റിന് എത്താൻ കഴിഞ്ഞു. അകത്തേക്ക് ഈ ഓസ് ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താൻ കഴിഞ്ഞു. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരഹൃദയത്തിലായതിനാൽ തൊട്ടടുത്ത് തന്നെ നിരവധി കടകളുണ്ട്, ഫ്ലാറ്റുണ്ട്, വീടുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്താണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. തൊട്ടപ്പുറത്ത് അതിനുശേഷം ടൗൺ ഹാളും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തീ ആളിപ്പടർന്നത്. വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. 6 ഫയർ സ്റ്റേഷനുകളിൽ നിന്നാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നത്. ഏകദേശം 9ഓളം ഫയർഫോഴ്സ് യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. ആ 9ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. 2 പമ്പുകൾ ഈ മേഖലയിൽ തന്നെയുണ്ട്. ഇവിടെ ഈ റോഡിനോട് ചേർന്നുള്ള കടയാണിത്. യൂസ്ഡ് ഫർണിച്ചർ ഷോറൂം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യൂസ്ഡ് ഫർണിച്ചർ ഷോറൂം. ആ യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിന് തൊട്ടപ്പുറത്തുള്ള 2 കടകളിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് 2 പെട്രോൾ പമ്പുകളുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇപ്പോൾ അതിൻ്റെ അവസാനവട്ട തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്യാമറയിൽ, ഒന്ന് ആന്റണി ഗ്രിഗറിയും ഒന്ന് വിജേഷ് പുതേശ്ശേരി, 2 ക്യാമറമാർ നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, തൊട്ടടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് കൂടുതലിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.